അന്തംകമ്മികൾ വിരിയില്ലെന്ന് പറഞ്ഞ താമര കേരളത്തിൽ വിരിഞ്ഞു. 73,954 വോട്ടുകൾക്ക് ഭൂരിപക്ഷം നേടി സുരേഷ് ഗോപി നേടിയെടുത്തത് പൊൻതിളക്കം. ശൃംഗാരം, കരുണം, വീരം, രൗദ്രം, ഹാസ്യം, ഭയാനകം, ബീഭത്സം, ശാന്തം. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. മെനിഞ്ഞാന്ന് എക്സിറ്റ് പോൾ വന്നപ്പം ഞാൻ നമ്മളെ പഴയ മന്ത്രി ബാലയില്ലേ, ബാലൻ്റെ അടുത്ത് 1-2 കാര്യങ്ങൾ ചോദിച്ചടാ ബാലപ്പാ. ബാല, ഈ എക്സിറ്റ് പോളിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എക്സിറ്റ് പോളിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കാൻ സാധിക്കില്ല. അത് ശരി. അപ്പം കേരളത്തിൽ എത്ര സീറ്റ് പിടിക്കും? ഇന്ത്യ രാജ്യത്ത് ആദ്യത്തെ സംസ്ഥാനമായിരിക്കും എല്ലാ സീറ്റും ഇന്ത്യ മുന്നണിക്ക് സംഭാവന ചെയ്യുന്ന കേരളം. അത് ശരി, അത്രയൊക്കെ വേണോ ബാല? നടക്കുമോ? അക്കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകില്ല. അത്രയ്ക്കങ്ങ് ആത്മവിശ്വാസം വേണോ ബാല? ഈ കേരളമായിരിക്കും അതിന് ഒരു മാതൃക. അയ്യോ, അതെന്തൊരു മാതൃക? കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം LDFന് അനുകൂലമായിട്ടുണ്ടാവും. കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം ഉണ്ടാവുമ്പം ചിഹ്നം കാണൂല എന്ന് പറയുന്നേ, അത് പച്ച നുണയാണ്. ഈ കുരുട്ടത്തൈവം പുളുത്തി കാണിക്കെന്ന് പറഞ്ഞതുപോലെ അബദ്ധത്തിലെങ്ങാനും സുരേഷ് ഗോപി ജയിച്ചാലാ? ഏതെങ്കിലും പരിസ്ഥിതിയിൽ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസിന് തന്നെയായിരിക്കും. 3 സീറ്റ് എന്തരോ BJP പിടിക്കുമെന്നാണല്ലേ പറയുന്നത്? 3 സീറ്റാണ് അവർ പറയുന്നത്. 3 സീറ്റിലും BJP പരാജയപ്പെടും. ബാലൻ പറഞ്ഞതുപോലെ മൊത്തം സീറ്റുകളും ഇടതുപക്ഷം തൂത്തുവാരിക്കൊണ്ട് പോയല്ലടേ ബാലപ്പ. അതേപോലെ ഞാൻ മെനിയാന്ന് തന്നെ നമ്മളെ മുരളിയെ വിളിച്ചു ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പം മുരളി വ്യക്തമായിട്ടുള്ള മറുപടി തന്നടേ. ഇന്ന് വരെ ഇലക്ഷൻ്റെ റിസൾട്ടിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവും UDFനും ഇല്ല, സ്ഥാനാർത്ഥിക്കും ഇല്ല. അതുകൊണ്ട് നാളെ നല്ല ഭൂരിപക്ഷത്തോടെ UDF ജയിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും കോൺഗ്രസിനോ UDFനോ ഇല്ല. താമര വിരിയോ മുരളിയെന്ന് ഞാൻ ചോദിച്ചപ്പം ഒരു കള്ള ചിരിയോടെ മുരളി പറഞ്ഞത്, അതുപോലെ നാളെ ഏതാണ്ട് 8 മണി വരെ വിരിഞ്ഞോട്ടെ, 8 മണി കഴിഞ്ഞാൽ പാടും. തൃശ്ശൂർ സുരേഷ് ഗോപി അക്കൗണ്ട് തുടങ്ങുമെന്ന് ഞാൻ ചോദിച്ചപ്പം ഒരു പുച്ഛത്തോടെ മുരളി പറഞ്ഞത്, അത് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങും, കേരളത്തിലുണ്ടാകും, ബാങ്കിൽ തുടങ്ങും. സുരേഷ് ഗോപിയെ വിളിച്ചപ്പം എന്തരോ ഒരു പരിപാടിയുടെ റിഹേഴ്സലിലാണ് മാമ പിന്നെ വിളിക്കാൻ പറഞ്ഞ്. ഇക്കരയാണെന്റെ താമസം, അക്കരയാണെന്റെ മാനസം, പൊന്നണിഞ്ഞെത്തിയ മധുമാസം, എന്നുള്ളിൽ ചൊരിയുന്നു രാഗരസം. ഇക്കരയാണെന്റെ താമസം, അക്കരയാണെന്റെ ചെറുക്കനാണെങ്കിൽ റിഹേഴ്സൽ ഒഴിഞ്ഞ് ഒരു സമയവും ഇല്ല ആളുകളുടെ അടുത്ത് സംസാരിക്കാൻ. അയ്യോ, എടേ വേലപ്പാ വാടേ, ആ പിള്ളേരെന്തരോ നോക്കണം, എന്തരോ കളഞ്ഞു പോയെന്ന് തോന്നുന്നത്. ബാ നമുക്കൊന്ന് ചോദിക്കാം. എന്തെന്നറിയാടേ ബാലപ്പ പിള്ളേരവിടെ തപ്പിക്കൊണ്ടിരിക്കുന്നത്? ഇന്ന് രാവിലെ തൃശ്ശൂരിൽ നിന്ന് മുങ്ങിയ മുരളിയെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. യാതെ വാ